ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ശൈലികൾ. ഇവ എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്രയൊക്കെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് വെച്ചാലും ചില പ്രത്യേകതരം പ്രയോഗങ്ങൾ, നമ്മളുടെ നാട്ടുഭാഷയിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇനിയും ഇത്തരം കുറച്ച് വാക്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിനൊരു സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാമ്പിളിലോട്ട് പോയാലോ? അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ എന്ന് നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് ലെറ്റ് ഹിം സ്റ്റ്യൂ ഇൻ ഹിസ് ഓൺ ജ്യൂസ്. എന്താണ്? ലെറ്റ് ഹിം സ്റ്റ്യൂ ഇൻ ഹിസ് ഓൺ ജ്യൂസ്. അടുത്തത്, അയാൾ 100 വോട്ടിന് പിന്നിലാണ്. ഹി ഈസ് വേ ബിഹൈൻഡ് 100 വോട്ട്സ്. അവൾ എന്ന് വെച്ചാൽ അവനു ജീവനാണ്. ഹി കെയേഴ്സ് ഫോർ ഹർ ഡീപ്ലി. ജീവൻ വേണമെങ്കിൽ സത്യം പറയൂ. ട്രൂത്ത് ഓൺ യുവർ ലൈഫ്. നിങ്ങൾ അതിര് കടക്കുന്നു. യു ആർ എക്സീഡിങ്. അടുത്തത്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. The onlooker scored the goal. The onlooker scored the goal. ഒത്തുപിടിച്ചാൽ മലയും പോരും. Many heads make light work. Many heads make light work. അടുത്തത്, എൻ്റെ മാല പണയത്തിലാണ്. My chain is in pawn. My chain is in pawn. സ്വന്തം കാര്യം സിന്ദാബാദ്. The devil take the hint most. The devil take the hint most. അടുത്തത്, കുട്ടിയെ അമ്മാനമാടരുത് എന്ന് വെച്ചാൽ മേലോട്ടും താഴോട്ടും ഇട്ട് കളിക്കരുത്. അതിന് പറയുന്നത് ഡോണ്ട് ഡാൻഡിൽ ദ ചൈൽഡ് ഇൻ എയർ. ഡോണ്ട് ഡാൻഡിൽ ദ ചൈൽഡ് ഇൻ എയർ എന്നാണ്. അടുത്തത്, ഏതു മാർഗം സ്വീകരിച്ചാലും തഥൈവ. എന്തൊക്കെ സ്വീകരിച്ചാലും ഫലമില്ല. അതിന് പറയുന്നത് ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം. ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്നാണ് പറയുന്നത്. അടുത്തത്, ഇതിൻ്റെ നിറം ഇളകില്ല. തുണിയുടെയൊക്കെ കളർ ഇളകത്തില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് പറയുന്നത് ഇറ്റ്സ് കളർ വോണ്ട് റൺ. ഇറ്റ്സ് കളർ വോണ്ട് റൺ എന്നാണ്. കറണ്ട് അടിക്കുമോ? ഏതെങ്കിലും സ്വിച്ച് പിടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, കറണ്ട് അടിക്കുമോ? ഈസ് ദർ എനി ഡേഞ്ചർ ഓഫ് ഇലക്ട്രിക് ഷോക്ക്? അടുത്തത്, കസേര കളിക്കുക. പ്ലേ മ്യൂസിക് ചെയേഴ്സ്. കസേര കളിക്ക് പറയുന്നത് എന്താണ്? പ്ലേ മ്യൂസിക് ചെയേഴ്സ്. കുർബാന ചൊല്ലുക. സെലിബ്രേറ്റ് മാസ്. സെലിബ്രേറ്റ് മാസ് എന്നാണ് പറയുന്നത്. അയാൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്, വളരെ പിശുക്കനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹീ ഈസ് വെരി ക്ലോസ് വിത്ത് ഹിസ് മണി. അടുത്തത്, വിരൽ കൊണ്ട് വിസിലടിക്കുക. ക്യാറ്റ് കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കൂടുതൽ ശൈലികളും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.